ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നലത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഞാനും ബസ്സാരും രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങളെ വീട്ടിലേക്ക്. അവിടെ അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണ നിശ്ചയമുണ്ട്. അപ്പോൾ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങിന് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാനാദ്യം പോയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പച്ചീൻ്റെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് ഇതാ അച്ഛമ്മേൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ അപ്പച്ചീൻ്റെ ഭർത്താവിൻ്റെ അതായത് അമ്മാവൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം നമ്മുടെ ബന്ധുക്കളായതുകൊണ്ടേ ഞാൻ നേരെ അടുക്കളയിലോട്ടാട്ടോ വന്നത്. അടുക്കള പിന്നെ പെണ്ണുങ്ങളുടെ സ്ഥലമാണല്ലോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കുശു 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 ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ മൂന്നാമത്തെ പെങ്ങൾ കേട്ടോ. അച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമാണ്. ഒരു 10 മക്കളാണ്. അതിൽ 2, 3 ആൾക്കാരില്ല. ഇത് അച്ഛൻ്റെ മൂന്നാമത്തെ പെങ്ങൾ. പിന്നെ കല്യാണച്ചെക്കൻ്റെ അമ്മ രണ്ടാമത്തെ പെങ്ങൾ. വലിയ പെങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ വല്യമ്മയാണ് കേട്ടോ. വല്യമ്മേൻ്റെ കൂടെ ഉള്ളത് അച്ഛൻ്റെ ചെറിയ പെങ്ങൾ അതായത് ജാനു അപ്പച്ചി. അപ്പച്ചി എന്നാട്ടോ ഞാൻ എല്ലാവരെയും വിളിക്കുക അച്ഛൻ്റെ പെങ്ങളെയൊക്കെ. പിന്നെ ദാ ഇത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അതായത് ചെറിയമ്മ. ഞാൻ ചെറിയമ്മ ചെറിയച്ഛൻ എന്നാട്ടോ വിളിക്കല്. ഇവരൊക്കെ ആപ്പൻ ആപ്പി അങ്ങനെയാട്ടോ പറയുക. പിന്നെ ദാ ഇത് നടുവിൽ നിൽക്കുന്ന ആൾ അജി ചേച്ചി ഏട്ടൻ്റെ ഭാര്യയാണ്. മറ്റത് ജാനു അപ്പച്ചി. അപ്പോൾ നമ്മുടെ പുയ്യാപ്പളിനെ കണ്ടേ ഇതാണ് കേട്ടോ കല്യാണച്ചക്കൻ അതായത് അനിയൻ രഞ്ജിത്ത്. കൂടെ ഉള്ളത് ശോഭേച്ചിയാണ് കേട്ടോ. അപ്പോൾ പുതുപ്പെണ്ണിൻ്റെ ഫോട്ടോ ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരും. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാനോ സെൻഡ് ചെയ്യാനൊന്നും അവന് നേരമില്ല. കാരണം അവനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാ കാര്യത്തിനും അവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണം. അപ്പോൾ അവൻ ഭയങ്കര തിരക്കിലാണ്. പിന്നെ എനിക്കിവിടുന്ന് 2 കുസൃതികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ജാനുപ്പച്ചിൻ്റെ മോൻ്റെ മോനാണ് കേട്ടോ വിഷ്ണു. പിന്നെ ദാ അവൻ്റെ ഏട്ടനും ഉണ്ട്. അപ്പോൾ ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവർക്ക് അങ്ങനത്തെ പരിചയക്കേടൊന്നുമില്ല. അവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കല്യാണം നിശ്ചയിച്ചത് എന്നൊക്കെയാണെന്ന് വെച്ചാൽ മാർച്ച് 23-നാണ് കേട്ടോ. കല്യാണം നിശ്ചയിക്കുന്നതിൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും എനിക്കിപ്പോഴും ധൈര്യമല്ല. അപ്പോൾ കുറച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവരൊക്കെ ഭക്ഷണം കഴിച്ച് പോയി. പിന്നെ വീട്ടുകാരായ ഞങ്ങളാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ബിരിയാണി കഴിച്ചു, പിന്നെ സദ്യയും കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ വൈകിട്ട് ഒരു 3:30 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.